മലയാളികൾ മെയ് മാസത്തിൽ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂക്ക നായകനെത്തുന്ന ടർബോ ജോസ് എന്ന നായകവേഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെ ഈ വേഷത്തിന്റെ പ്രത്യേകത വിവരിക്കുന്ന ചിത്രത്തിലെ രചയിതാവ് മിഥുൻ മാനുവൽ തോമസിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. ടർബോ എന്ന് പറയുമ്പോൾ ടർബോ എഞ്ചിൻ ഘടിപ്പിച്ച പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള മനുഷ്യനാണ്. അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരം ഒരു പേര് ചിത്രത്തിന് നൽകിയത്. ഒറ്റയടിക്ക് തറ പറ്റിക്കുന്ന ഓവർ ദ ടോപ്പ് ആക്ഷൻ ചിത്രത്തിലുണ്ട്. അതിനപ്പുറം എക്സ്ട്രാ കരുത്തുള്ള നായകനെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ടർബോ രചയിതാവ് അഭിമുഖത്തിൽ പറയുന്നു. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ മെയ് 23 തിയേറ്ററിലെത്തുന്നത്. ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ദൈർഘ്യം സംബന്ധിച്ച വിവരം പുറത്തു വന്നിരുന്നു. ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2 മണിക്കൂർ 35 മിനിറ്റാണ് ടർബോയുടെ ദൈർഘ്യം. ചിത്രത്തിന്റെ ട്രെയിലർ വൈകാതെ പുറത്തുവരും. അതോടൊപ്പം സെൻസറിംഗ് വിവരവും പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. മമ്മൂക്ക കമ്പനിയുടെ 5ാമത്തെ പ്രൊഡക്ഷൻ സംരംഭമായ ചിത്രം ആക്ഷൻ കോമഡി ജേണലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം തലവൻ റിലീസിനൊരുങ്ങുന്നു. മെയ് 24 ചിത്രം തിയേറ്ററിലെത്തുന്നത്. 2 പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള സംഘർഷങ്ങളായിരിക്കും ചിത്രത്തിന്റെ പ്രമേയമെന്ന് നേരത്തെ ടീസറിൽ നിന്നും സൂചന ലഭിച്ചിരുന്നു. സംവിധായകൻ ദിലീഷ് പോത്തനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജേണലാണ് ചിത്രം ഒരുങ്ങുന്നത്. ബൈസൈക്കിൾ തീവ്സ്, സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മലയാള സിനിമയിൽ ശ്രദ്ധേയനായ സംവിധായകനാണ് ജിസ് ജോയ്. ആസിഫ് അലിയെയും ആന്റണി വർഗീസിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഇന്നലെ വരെ എന്ന ചിത്രമായിരുന്നു ജിസ് ജോയുടെ അവസാന ചിത്രം.